ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാകാം. ഒരു 1.5 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈരോ വിനെഗറോ, അതിൻ്റെ കൂടെ ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു കടായി എടുക്കുക. കടായിലേക്ക് കുറച്ച് എണ്ണ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മതി കേട്ടോ. ഒരുപാട് ഫ്രൈ ഒന്നും ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ വേണ്ട, കുറച്ച് ഓയിൽ മതി. അതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കുമ്പോൾ അതിനകത്തിലേക്ക് അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. അത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 സവാള, ഒരു തക്കാളി, ഒരു വലിയൊരു കുടം വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു പിടി മല്ലിയില, ഒരു 3-4 പച്ചമുളക്, ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തത്. എന്നുവെച്ചാൽ ഫൈനായിട്ട് പേസ്റ്റായി പോകരുത്. അതൊരു ക്രഷ് ആണെങ്കിലും കുഴപ്പമില്ല. അത് ആ ഒരു മിക്സ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പാത്രം വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് വേവട്ടെ. അത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ പണി എന്ത് വേണമെങ്കിലും പോയി ചെയ്യാം. അതങ്ങനെ ഇരുന്ന് വേവണം. മഞ്ഞൾപ്പൊടി ഒരിച്ചിരി ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ഇച്ചിരി ശകലം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിന് മൊത്തത്തിലൊരു ലൈറ്റ് യെല്ലോ കളർ കൂടുതലായിരിക്കും. ഈ ചിക്കൻ കറിയുടെ ഒരു കളർ ഒരു ലൈറ്റ് യെല്ലോ ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു യെല്ലോയിഷ് റെഡ്, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നല്ല മണമൊക്കെ വരും. ആവശ്യത്തിന് കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.